കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളെ അറിഞ്ഞ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെയും കോമ്പറ്റീറ്റേഴ്സിനെയും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി നിങ്ങളുണ്ടാക്കുന്ന ബ്രാൻഡ് പ്രോമിസ് വർക്കൗട്ട് ആവണമെങ്കിൽ ഇനി പറയുന്ന 5 കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഒന്ന്, നിങ്ങളുടെ ബ്രാൻഡ് പ്രോമിസ് സിമ്പിളായിരിക്കണം. ഒരു സെൻറ്റൻസിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. ആപ്പിളിൻ്റെ തിങ്ക് ഡിഫറൻറ്റും നൈക്കിയുടെ ജസ്റ്റ് ഡു ഇറ്റും അഡിഡാസിൻ്റെ ഇമ്പോസിബിൾ ഈസ് നത്തിങ്ങുമൊക്കെ ടാഗ്ലൈന് മാറിയ സിമ്പിൾ ബ്രാൻഡ് പ്രോമിസുകളാണ്. 2, നിങ്ങളുടെ ബ്രാൻഡ് പ്രോമിസ് ക്രെഡിബിൾ ആയിരിക്കണം. കാരണം അത് വിശ്വസിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുന്നവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്ന പോലെയാവും അവർ കണക്കാക്കുക. 3, നിങ്ങളുടെ ബ്രാൻഡ് പ്രോമിസ് ഡിഫറൻ്റ് ആയിരിക്കണം. ഈ ഡിഫറൻസ് വെറും വാക്കുകളിൽ മാത്രം പോരാ, അത് കസ്റ്റമർക്ക് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നതാവണം. 4, നിങ്ങളുടെ ബ്രാൻഡ് പ്രോമിസ് മെമ്മറബിൾ ആയിരിക്കണം. കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഓർത്തിരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം ബ്രാൻഡ് പ്രോമിസ്. 5, നിങ്ങളുടെ കസ്റ്റമറെ ഇൻസ്പയർ ചെയ്യുന്നതാവണം നിങ്ങളുടെ ബ്രാൻഡ് പ്രോമിസ്. നൈക്കിയുടെ ജസ്റ്റ് ഡു ഇറ്റിൽ ലോകത്തിലെ എല്ലാ കായിക താരങ്ങൾക്കും പ്രചോദനമാകാനുള്ള ആ ആഹ്വാനം അടങ്ങിയിട്ടുണ്ട്. അഡിഡാസിൻ്റെ ഇമ്പോസിബിൾ ഈസ് നത്തിങ് എന്ന ടാഗ്ലൈൻ ഉണ്ടാകുന്നത് പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്ന അവരുടെ ബ്രാൻഡ് പ്രോമിസിൽ നിന്നാണ്. അങ്ങനെ ഒറ്റ വരിയിൽ തന്നെ കസ്റ്റമർക്ക് വേണ്ടുന്ന പ്രചോദനം നൽകാൻ ബ്രാൻഡ് പ്രോമിസിന് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, വിജയം നിങ്ങൾക്ക് തന്നെ. അപ്പോൾ മറക്കണ്ട ഈ 5 കാര്യങ്ങൾ. സിമ്പിളായിരിക്കുക, ക്രെഡിബിളായിരിക്കുക, ഡിഫറൻ്റ് ആയിരിക്കുക, മെമ്മറബിൾ ആയിരിക്കുക, ഒപ്പം ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കുക.